എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് പണിക്കരാണ് നമുക്കൊപ്പം ഉള്ളത്. സർ, വെൽക്കം ടു മറുനാടൻ മലയാളി. താങ്ക് യു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം, കായംകുളം MLA പ്രതിഭ, അഡ്വക്കേറ്റ് പ്രതിഭ, അവരുടെ മകനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമല്ല, 2-3 ദിവസങ്ങളായി നടക്കുന്ന കുറച്ചൊരു പ്രശ്നമുണ്ട്. മകൻ കയ്യിൽ കഞ്ചാവ് കൈവശം വെച്ചിരുന്നു. പോലീസ് എക്സൈസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. തൊട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിഭ ഒരു ലൈവ് ഇടുന്നു. മാധ്യമങ്ങൾ മാംസം കഴിക്കുന്ന അല്ലെങ്കിൽ കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരെ പോലെയാണ്, നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും, കള്ള വാർത്ത പടച്ചു വിട്ടു എന്നാണ്. പക്ഷെ എന്നാൽ MP രാജേഷ് അടക്കമുള്ള ആളുകൾ ഇതിനെ തള്ളി പറഞ്ഞൊന്നുമില്ല. അതായത് വാർത്ത ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയുന്നു. തൊട്ട് പിറ്റേ ദിവസം കേസ് യാഥാർത്ഥ്യമായിരുന്നെന്നും കഞ്ചാവ് ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. ആദ്യം വന്ന വാർത്തയിൽ 90 ഗ്രാം കഞ്ചാവ്, പിന്നീട് 30 ഗ്രാമായി. കേസിന്റെ വശത്ത് വരുമ്പോൾ 3 ഗ്രാം എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ പ്രതിഭയുടെ വാചകങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ട്? ഒരു അമ്മയുടെ വൈകാരിക വിക്ഷോഭം എന്നതിനേക്കാൾ ഉപരിയെ ആ നിലയ്ക്കൊന്നും തന്നെ നമുക്കതിനെ കാണാൻ കഴിയുമെന്ന് കരുതുന്നില്ല ഞാൻ, മനുജ. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു അമ്മയുടെ വികാരം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ, പ്രത്യേകിച്ച് ആ അമ്മ ഒരു പൊതു പ്രവർത്തകയാണ്, ജനപ്രതിനിധിയാണ്. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ സജീവ മുന്നണി പോരാളിയായിട്ട് കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മകൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അതിലൊരു അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖത്തിനെ പറ്റിയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ആ നിലയ്ക്ക് കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മാധ്യമങ്ങളാണെങ്കിലും ഒരു അമിത പ്രാധാന്യം ഒരുപക്ഷെ ഈ അമ്മ മകൻ ബന്ധവുമായി ചേർത്തിട്ട് അതിന് നൽകി എന്നെനിക്ക് തോന്നുന്നുണ്ട്. മകനെപ്പറ്റി മാത്രം നമ്മൾ നോക്കിയാൽ, പ്രഥമ വിവര റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 20 വയസ്സ് പ്രായമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവാണ്. അപ്പോൾ മറ്റേതൊരു കേസിലും പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവ് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ ഏത് തരത്തിലാണോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, പൊതുസമൂഹമൊക്കെ സമീപിക്കുന്നത്, അതേ രീതിയിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഈ കാര്യവും. അപ്പോൾ ഇത് കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ അമ്മ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നിലവിലെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നതുകൊണ്ട് അതിനൊരു അമിത വാർത്താ പ്രാധാന്യം ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഈ യുവാവിനെയും ഒപ്പം ഈ വാർത്തയെയും തന്നെ ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ വളരെ മിസ്ഡയറക്റ്റഡ് ആയിട്ടുള്ള കുറേയധികം ആക്ഷേപങ്ങളാണ് പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് തൻ്റെ മകൻ ഒന്നാമത് ഒരു പെറ്റി കേസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ ആവർത്തിച്ച് ഇങ്ങനെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കഞ്ചാവിൻ്റെ അളവ് നേരത്തെ പറഞ്ഞതുപോലെ 90 ആണോ 30 ആണോ 3 ആണോ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരിതിനെ ഒരു പെറ്റി കേസ് എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ആ ഒരു ക്രൈം ആൻഡ് അക്കറൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 വകുപ്പുകളാണുള്ളത്. NDPSൻ്റെ 20യുടെ ഒരു സബ്സെക്ഷനുമുണ്ട്, ഒപ്പം 27-ഉമുണ്ട്. അതിൽ ആദ്യത്തേത് നോക്കിക്കഴിഞ്ഞാൽ 1 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതും രണ്ടാമത്തേത് 3 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതുമായിട്ടുള്ള വകുപ്പുകളാണ്. അപ്പോൾ അത് അത്ര ഒരു പെറ്റിയായിട്ടുള്ള ഒരു കേസാണ് എന്ന് ഞാൻ കരുതുന്നില്ല. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള ആക്ടിവിസം നടത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ലളിതമല്ല. അതായത് കയ്യിൽ വെക്കുകയോ അത് വിൽപ്പന നടത്തുകയോ അത് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പെറ്റി കേസ് എന്ന രീതിയിലേക്ക് കരുതുകയും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിലെ വലിയ അമിത വാർത്താ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ, സ്ഥാപനങ്ങളൊക്കെ തന്നെ മാംസദാഹികളാണ്, ശവം തീനികളാണ് എന്നൊക്കെ പറയുകയും അവരുടെ കുടുംബാംഗങ്ങളെ അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ തന്നെ ഇവരിത് നിഷേധിക്കുകയാണ്. പക്ഷേ അവരുടെ തന്നെ ഭാഗത്തു നിന്ന് വരുന്ന നറേറ്റീവിൽ 2 ദിവസം 2 രീതിയിലാണ് അവർ പറയുന്നത്. ആദ്യത്തെ ദിവസം പറയുന്നത് തന്നെ കുറച്ച് ചെറുപ്പക്കാരവിടെ ഇരിക്കുന്ന സമയത്ത് എക്സൈസ് എന്തോ ഒരു വിവരം കിട്ടിയതിന് ശേഷം വന്നിവരെയൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ ദിവസം അവർ പുകയെടുത്തിട്ടുണ്ട് എന്നും തൻ്റെ മകനും പുകവലിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് അവനെ നേർവഴിക്ക് നടത്തിക്കൊള്ളാം, നിങ്ങളൊന്നും ഇടപെടണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തകയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൽ അതിവൈകാരികത ഒരുപക്ഷെ പ്രതിഭ ഇതിൽ കൊടുത്തതാണ് ഇതിലുണ്ടായ ഒരു പ്രശ്നം. അതായത് ഒരു അമ്മ മകൻ ബന്ധം എന്ന രീതിയിലത്തേക്ക് കാണേണ്ടതല്ല. നമ്മുടെ നിയമത്തിന് മുന്നിൽ അഡൽട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ അതേപോലെയുള്ള മറ്റ് 8 ചെറുപ്പക്കാരോടൊപ്പം ചേർന്നിട്ട് ഇത് ഉപയോഗിച്ചു എന്നതാണ് ഇവിടുത്തെ കുറ്റം. തന്നെയുമല്ല, ഇതിൽ മാധ്യമങ്ങളെ ആക്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വ്യാജ വാർത്തയല്ല നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ മതത്തിനെ കൊണ്ട് കുത്തിക്കയറ്റുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്നൊരു ശ്രമം ഉണ്ടായത് അങ്ങേയറ്റം തെറ്റാണ്. നിങ്ങൾക്ക് മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസ അഭിപ്രായം ഉണ്ടായിരിക്കാം. അവർ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും വർഗീയ സ്വഭാവം അവരുടെ വാർത്തകളിൽ കലർത്തുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കാം.
പക്ഷെ അതൊന്നും തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള മതചിന്ത കലർത്തി എന്ന രീതിയിലത്തേക്ക് പറയാനായിട്ട് പറ്റുന്ന രീതിയിലത്തേക്കുള്ള യാതൊരു ലൂപ്പ് ഹോളും നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനം, ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളുമാണ്. അപ്പോൾ അതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, 24 ന്യൂസ് ഉണ്ട്, മറ്റെല്ലാ ചാനലുകളും ഉണ്ട്. ഇതിൽ പല ചാനലുകളുടെയും പേരെടുത്ത് അവർ പറയുന്നുമുണ്ട്. അവർക്കില്ലാത്ത എന്ത് മതചിന്തയാണ് മീഡിയ വൺ അതിൽ കലർത്തിയത്? മീഡിയ വൺ അവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ എന്ത് അഡീഷനാണ് അവരതിലേക്ക് കൊടുത്ത് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മതത്തിന്റെ കുത്തിക്കയറ്റലാണ് അവരവിടെ നടത്തിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കാൻ കൂടി അവർ തയ്യാറാകണം. അപ്പോൾ മീഡിയ വണ്ണിനെ എതിർക്കാൻ നിരവധി കാരണങ്ങളുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകും. ഇപ്പം ഞാനടക്കം മീഡിയ വണ്ണിനെ എത്രയോ വിഷയങ്ങളിൽ വിമർശിക്കാറുള്ളതാണ്. പക്ഷേ എന്ന് കരുതി അങ്ങനെയുള്ള ആൾക്കാരുടെ പിന്തുണ കൂടി നമുക്ക് ഇരിക്കട്ടെ എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു മതവിഷയമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തക ജനപ്രതിനിധി ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ രീതിയിലത്തേക്കുള്ള അസ്ഥിരത മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു പ്രശ്നം? അവിടുത്തെ റിപ്പോർട്ടറിന്റെ മതം നല്ലതാണെന്നാണോ, അതോ മതചിന്ത ഇല്ലാത്തയാളാണെന്നാണോ? 24 ന്യൂസിന് അങ്ങനെ തന്നെയാണോ? റിപ്പോർട്ടർ ടിവിക്ക് അങ്ങനെയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരമ്മയുടെ വൈകാരികത എന്നതിനപ്പുറത്തേക്ക് മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരമ്മയുടെ ശ്രമം എന്ന രീതിയിൽ മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരുടെ മകന്റെ പക്കൽ നിന്ന് ഇത് കണ്ടുപിടിച്ചോ എടുത്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യം, ആ രീതിയിലത്തേക്കുള്ള അല്ലെങ്കിൽ സംഘടിതമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ അതിലൊരു റെയ്ഡ് നടത്തി 10 പേരെങ്കിൽ 10 പേര്, 5 പേരെങ്കിൽ 5 പേര്, അത്രയും പേരെ എടുക്കുന്ന സമയത്ത് ഇതിൽ ഒരാളിന്റെ പക്കൽ ഇതിരുന്നാൽ മതി. അതായത് ഇപ്പോൾ ഒരു കൊലപാതകം 10 പേര് ചേർന്ന് നടക്കുന്ന സമയത്ത് കത്തി ഒരാളിന്റെ കയ്യിലായിരുന്നു, കുത്തിയത് അവൻ മാത്രമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒപ്പമുണ്ടായിരുന്ന ബാക്കി 9 പേർക്ക് നേരെ വധത്തിന്, കൊലപാതകത്തിന് ഒന്നും കേസെടുക്കുന്നില്ല എന്നല്ലല്ലോ. അതേപോലെ ഒരു 5 പേര് ചേർന്നിട്ട് എന്തെങ്കിലും മോഷണം നടത്തി, ഒരാളിന്റെ പക്കൽ നിന്നാണ് തൊണ്ടി എടുത്തത് എങ്കിൽ അയാൾ മാത്രമാണ് കുറ്റക്കാരൻ എന്നല്ല. മറ്റുള്ളവർക്ക് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്തം എന്നൊരു കാര്യമുണ്ട്. ഇവിടെ അത് തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഈ 9 പ്രതികളുടെ പേര് പറഞ്ഞിട്ട് അവരുടെ പക്കൽ നിന്ന് ഇന്ന സാധനങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നതിൽ 3 ഗ്രാം കഞ്ചാവുണ്ട്, പുകയില കലർന്ന ഒരു മിശ്രിതമുണ്ട്, പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഒരു കുപ്പി പ്രത്യേക രീതിയിൽ ദ്വാരമൊക്കെ ഇട്ടതിന് ശേഷം അതിൽ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, പപ്പായയുടെ തണ്ട് ഉപയോഗിക്കുന്നു. ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ട്രഡീഷണൽ ഓൾഡ് സ്കൂൾ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സൈസിന്റെ ആ ഒരു റിപ്പോർട്ടിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി നാളെ ഒരു കാലത്ത് ഇത് ഇവരുടെ മകന്റെ ഭാഗത്ത് കുറ്റമില്ലായിരുന്നു എന്നവർക്ക് നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ അവസാനം സ്ഥാപിക്കാൻ സാധിച്ചാൽ പോലും മാധ്യമങ്ങളെ വിമർശിച്ചിരിക്കുന്നത് തെറ്റാണ്. കാരണം മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത് എക്സൈസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അവർക്ക് വെബ്സൈറ്റിൽ വന്നിട്ടുള്ള കാര്യം പ്രതിഭ ആദ്യം പറഞ്ഞത് ഒന്ന് ഉപദേശിച്ച് വിട്ടു. ആദ്യത്തെ ലൈവിൽ അങ്ങനെയാണ്, ഉപദേശിച്ചു വിട്ടു. മകൻ നല്ല മോനാണ്, അവൻ ഒന്നും അറിയില്ല, നിഷ്കളങ്കനാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം വെബ്സൈറ്റിൽ ഇതിന്റെ ക്രൈം ഓക്കറൻസിനെ കുറിച്ചും അത് എടുത്തിട്ടുള്ളതിനെ കുറിച്ചുമുള്ള വിശദമായ ഡേറ്റ വരുന്നു. അപ്പോ വരുന്ന വിശദീകരണം മറ്റൊന്നാണ്. അപ്പോ 30 ഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളെ വെല്ലുവിളിക്കണം. ഈ എല്ലാ അവസരങ്ങളും ഇത് മാറ്റി മാറ്റി പറയുന്ന ഒരു പ്രതിഭ. ഇതിനകത്ത് നമ്മൾ അമ്മയുടെ വൈകാരികത സ്ഥിരമായുള്ള പല്ലവി കാണാം. അതിനൊക്കെ ഉപരിയായി ഒരു ജനപ്രതിനിധി നിലയിലുള്ള അധിക ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ, അതിനെ ചേർത്ത് പറയാം. നിശ്ചയമായും. അതായത് ജനപ്രതിനിധി, പൊതുപ്രവർത്തക, ഒപ്പം ലഹരി വിരുദ്ധ ക്യാമ്പയിനിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ, ഈ നിലയ്ക്കാണ് പ്രതിഭ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മകനെ ഉപദേശിച്ച് നന്നാക്കിക്കൊള്ളാമെന്ന് നിങ്ങളുടെ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൊതുവിഷയമാണ് എന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നയിക്കുന്ന ഒരാളിന് അറിവില്ലേ എന്നുള്ള ഒരു ചോദ്യമില്ലേ? തന്നെയുമല്ല, അവരെന്തിനാണ് ഈ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നാളെ ഒരു കാലത്ത് അവരുടെ മകൻ ഈ കാര്യത്തിൽ പെട്ടുപോയതാണ് എന്നോ അല്ലെങ്കിൽ അവൻ നിരപരാധിയായിരുന്നു എന്നോ, അവൻ്റെ കയ്യിൽ നിന്നല്ല ഇത് പിടിച്ചെടുത്തത്, അവന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നാളെ അഥവാ തെളിയിക്കപ്പെട്ടാൽ പോലും ഈ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ റെക്കോർഡിനെ അധികരിച്ചുകൊണ്ടാണ് വാർത്ത ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മളൊരു വാർത്ത ചെയ്യുന്ന സമയത്ത് ആ വാർത്തയുടെ സോഴ്സ് എവിടെയാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നാളെ ഈ പയ്യൻ്റെ ഭാഗത്ത് പ്രശ്നമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ പോലും എക്സൈസിൻ്റെ കേസ് തെറ്റായിരുന്നു എന്നേ വരികയുള്ളൂ. കാരണം പ്രതിഭയുടെ മകൻ ഇത് ഉപയോഗിച്ചു എന്നുള്ളത് ഏഷ്യാനെറ്റിൻ്റെയോ 24-ൻ്റെയോ കേസല്ല, അത് എക്സൈസിൻ്റെ കേസാണ്. അപ്പോൾ എക്സൈസിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ്. അതല്ലാതെ അതിൻ്റെ പേരിലൊന്നും ഒരിക്കലും മാധ്യമങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ നമ്പിനാരായണനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കുപ്പിക്കും കോഴിക്കാലിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുന്നവരാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മളീ പറയില്ലേ, ഈ അനാവശ്യമായിട്ട് കൂടുതൽ മറ്റു കാര്യങ്ങളെയൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യായീകരിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ്. അത് വിഫലമാണ് എന്നുള്ളത് അവർ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഒപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാണാതിരിക്കാൻ കഴിയില്ല. കാരണം
ജയരാജ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറോ മറ്റുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇത് ചാർജ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അത് ചാർജ് ചെയ്ത് അടുത്ത സമയത്ത് തന്നെ അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ആയി പക്ഷെ പോകുന്ന അവിടെ സമയത്ത് പക്ഷെ ഈ പ്രതിഭയ്ക്ക് ഒരിക്കലും ഒരു പാർട്ടിന്റെ പിന്തുണ കിട്ടുന്നുണ്ട്. ബി.ജെ.പി നേതൃത്വത്തിലെ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളാണ് ഐക്യദാർഢ്യവുമായി വന്നത് ഉൾപ്പെടെ. അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ടല്ലോ. ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രതിഭ പാർട്ടിയിൽ അനഭിമതയാകുന്നുണ്ടോ, ചില ആൾക്കാർക്ക് അവർ കണ്ണിലെ കരടാകുന്നുണ്ടോ, അവരോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടോ, ഇനി അവർ മാറിക്കഴിഞ്ഞാൽ അവിടെ സ്ഥാനമോഹികളായിട്ടുള്ള ആൾക്കാരുണ്ടോ. കാരണം 2026 വരുന്ന ഇലക്ഷനെ പറ്റി കൂടി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഗ്രിപ്പ് അവിടെ കുറയുന്നുണ്ടോ, ഗ്രിപ്പ് അവർക്ക് കുറയണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഭാഗീയ പ്രവർത്തനം പാർട്ടിയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്റേണലി പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കുകയും അതിലൊരു എക്സൈസ് ഉദ്യോഗസ്ഥനെ അതിനു വേണ്ടിയിട്ട് സ്വാധീനിച്ച് ഇത് കൊണ്ടുവരികയും മറ്റ് 8 ആൾക്കാരെ കണ്ടുപിടിക്കുകയും എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലത്തേക്ക് പോകേണ്ടെന്ന് താല്പര്യമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് കണ്ടിട്ടാണ് BJP ഇതിൽ പിന്തുണയ്ക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മറ്റേതൊരു മയക്കുമരുന്ന് കേസ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതേ സമീപനം തന്നെ മതി BJPക്ക് പുലർത്താൻ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും ആ പ്രദേശത്ത് നിന്നുള്ള ഒരു BJP പ്രതിനിധി കൂടി ആ ചർച്ചയിലുണ്ട്. പക്ഷെ അവരെല്ലാവരും തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പലപ്പോഴും പ്രതിഭയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് തന്നെ ആരോ BJPയിലേക്ക് അവരെ സ്വാഗതം ചെയ്തു എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാർത്ത പോലും കാണുകയുണ്ടായി. അപ്പോൾ ഞാനതിൽ എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾ അങ്ങനെ ഒരാളിനെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ ഗ്രാവിറ്റി നിങ്ങൾ കുറച്ച് കാണാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു അമ്മയുടെ വൈകാരികതയ്ക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെയുള്ള എല്ലാ കഞ്ചാവ് കേസുകളിലും നിങ്ങൾ ഇതേ സമീപനം സ്വീകരിക്കണം. ഇനി അതിനെ നമ്മൾ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൊടിസുനി പോലെയുള്ള വ്യക്തികളുടെ അമ്മമാർക്കും ഇതേപോലെ തന്നെയുള്ള മാതൃവികാരങ്ങളില്ലേ, അവരും വൈകാരികമായിട്ട് പ്രതികരിക്കില്ലേ. അപ്പോൾ ആ വൈകാരികതയുടെ പിൻപറ്റിക്കൊണ്ട് നേരാണ് കൊടിസുനിക്ക് പരോള് കൊടുത്തത് നല്ല കാര്യമാണ് എന്നിവർ പറയണ്ടേ. പക്ഷെ അത് പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് മാത്രം എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള മറ്റ് പല BJPക്കാരും ഇന്ന് സ്വാഗതം ചെയ്തിരിക്കുന്ന ആൾക്കാരടക്കം ആ രീതിയിലേക്ക് പ്രതികരിക്കുന്നത്. ഇതിൽ തന്നെ വേറെ ഒരു ഡിസ്കഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. അതായത് ചെറിയ പ്രായത്തിലുള്ള 10-20 വയസ്സ് പ്രായമുള്ള ഒരാൾ കഞ്ചാവ് ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കറക്ഷൻ അല്ലേ വേണ്ടത്, അതല്ലാതെ ആ പുള്ളിയെ ഒരു വലിയ തെറ്റ് ചെയ്ത രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണോ വേണ്ടത്, അയാളുടെ ഭാവി നശിപ്പിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവിനെ പിന്നീട് ഏതൊരു മുതിർന്ന പൗരനെ പോലെ മാത്രം കാണുന്ന രീതിയിലേക്കുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കേസ് എടുക്കുന്ന സമയത്ത് അത് രേഖാമൂലമായി കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യാമെന്ന രീതിയിലേക്കുള്ള ഒരു സങ്കല്പം തന്നെ ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ ആയിരുന്നുവെങ്കിൽ എല്ലാ ആൾക്കാർക്കും, നടൻ ദിലീപ് അടക്കം എല്ലാ ആൾക്കാർക്കും പല പല കേസുകളിൽ ഇതേ ആനുകൂല്യം നൽകേണ്ടതാണ്. പക്ഷേ അത് നൽകാതിരിക്കുന്ന സമയത്ത് പിന്നീട് 18 വയസ്സ് കഴിഞ്ഞു എന്ന കാരണത്താൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക എക്സ്ക്യൂസ് ഒരാൾക്ക് മാത്രമായിട്ട് നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ തർക്കം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ മൈനർ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാം ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, കറക്ഷൻ ഫെസിലിറ്റിയിലേക്കാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഈ കാര്യത്തിലൊന്നും തന്നെ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള എല്ലാ ന്യായീകരണങ്ങളും വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഉന്നത്തോടു കൂടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാര്യം ശ്രീത്ത് പറഞ്ഞിരുന്നു. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി, പക്ഷെ എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അത് പ്രൊമോഷണൽ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് എന്നാണ്. പക്ഷെ സത്യം പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല എന്നൊരു വശം കൂടി നമുക്ക് മനസ്സിലായി. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് പോകുന്നു, അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് മലപ്പുറത്തേക്കാണ്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് നിന്നുള്ള ഒരാൾ ഇദ്ദേഹത്തിന്റെ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴയിലേക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ആണ്. ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയിരിക്കുന്ന ജയരാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ അതേ പദവിയിലുള്ള ഒരാൾ തന്നെയാണ് പുതുതായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ജയരാജ് ആലപ്പുഴയിൽ വന്നിട്ട് എത്ര കാലമായി? ഏതാണ്ട് കഷ്ടി 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ 3 മാസത്തിനകം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കേണ്ടുന്ന എന്ത് സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഭാഗത്ത്. രണ്ടാമത്, ശ്രീ എം പി രാജേഷ് പറയുന്നത് പോലെ ഒരു ട്രാൻസ്ഫറിൻ്റെ നെസസിറ്റി വന്നിരിക്കുന്നത് പ്രൊമോഷൻസ് ഒക്കെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല. അദ്ദേഹം ഏത് പദവിയിലായിരുന്നോ അതേ പദവിയിൽ തന്നെയാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് പോകുന്നത്. ഏത് പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണോ അവിടേക്ക് വരുന്നത്, അതായത് ആലപ്പുഴയിലേക്ക് വരുന്നത്, അദ്ദേഹവും പ്രൊമോഷനോട് കൂടിയിട്ടല്ല വരുന്നത്, മറിച്ച് അദ്ദേഹം അതേ പദവിയിൽ തന്നെയാണ്. അതായത് ലൈക്ക് ടു ലൈക്ക് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ന്യായം ഇതിന് ചേരുന്നതല്ല. രണ്ട്, നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, അതായത് മറ്റൊരു സ്ഥലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്നയാൾ പ്രൊമോട്ടഡ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അതുമല്ല ഇവിടുത്തെ സാഹചര്യം.
ഇനി ഇത് ഒക്കെയും പരിഗണിച്ചതിന് ശേഷവും ശ്രീ ജയരാജന് ഏതാണ്ട് സർവീസിൽ 6 മാസം കൂടി മാത്രമേ ഇനി സർവീസ് ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് സാധാരണ നാട്ടുനടപ്പ് അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്. പക്ഷേ കൊല്ലം ജില്ലയിലേക്കുമല്ല അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത്. ഇനി എക്സൈസ് വകുപ്പാണ് എന്നതുകൊണ്ട് അതാത് ജില്ല കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ പോലും അദ്ദേഹം ആലപ്പുഴയിൽ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ് എന്ന രീതിയിലത്തേക്ക് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാധ്യമങ്ങളുടെ വാർത്ത കണ്ട് ഞാൻ അന്തം വിട്ടു എന്നും മൂക്കത്ത് വിരൽ വെച്ചു എന്നുമൊന്നും രാജേഷ് പറയേണ്ടതില്ല. കാരണം രാജേഷിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് നാട്ടുകാരാണ് അന്തം വിടുന്നതും മൂക്കത്ത് വിരൽ വെക്കുന്നതെന്നാണ് ശ്രീ രാജേഷിനോട് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. ഇതിനകത്തൊരു അടിസ്ഥാനപരമായ പ്രശ്നം, പാർട്ടിയിൽ നേതാക്കന്മാരാരും തന്നെ ഇതിനെ അനുകൂലിച്ചു, അഡ്വക്കേറ്റിനെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടില്ല. പക്ഷെ അതേസമയം ബാക്ക് എൻഡിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ടോ, അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന പോലുള്ള പണിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ പോലുള്ള രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നമുക്കറിയാം കേരളത്തിൽ കഞ്ചാവ് എന്നല്ല, ഇപ്പൊ നമ്മൾക്കൊക്കെ സാധാരണ ഇപ്പോ എന്റെ സീറ്റിന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് അവർക്കൊക്കെ മനസ്സിലാവാത്ത തരത്തിലേക്ക് പുതിയ പുതിയ ലഹരി വസ്തുക്കൾ, കെമിക്കൽ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ന്യൂ ഇയർ പാർട്ടികളൊക്കെ നമ്മളത് കണ്ടു കഴിഞ്ഞു, വാർത്തകൾ വന്നു കഴിഞ്ഞു. സത്യത്തിൽ സർക്കാരിന്റെ ഒരു അലംഭാവം കൂടെ അതിനകത്ത് വളരെ പ്രകടമില്ലേ? അതുകൂടെ പറഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഈ ചർച്ചകളെ. തീർച്ചയായിട്ടും. കാരണം ഈ ആലപ്പുഴയിലേക്ക് ഈ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം അവിടെ നടത്തിയിരുന്ന പല ഇടപെടലുകളും പല ആൾക്കാരെയും അസ്വസ്ഥരാക്കിയിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ആ രീതിയിലത്തേക്കുള്ള അഭിപ്രായം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലകളിൽ ബിനാമി കള്ള് ഷാപ്പുകളുണ്ട് എന്നും അവിടേക്ക് വളരെ വ്യാപകമായിട്ട് സ്പിരിറ്റ് ഒഴുക്കുണ്ട് എന്നതുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് കർശന നടപടി ഇദ്ദേഹം സ്വീകരിച്ചിരുന്നതോടുകൂടി കുറേയധികം ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർക്ക് ഇദ്ദേഹം കണ്ണിലെ കരടായി മാറി എന്ന രീതിയിലത്തേക്ക് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ശ്രീ രാജേഷ് പറയുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ട്രാൻസ്ഫർ ലിസ്റ്റാണ്. അത് ഇപ്പോഴാണ് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈഡ് ആകുന്നത് ആ കേസിലാണ്. അതായത് പ്രതിഭയുടെ കേസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ 3 മാസം കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥൻ കുറേയധികം ആൾക്കാരുടെ കണ്ണിലെ കരടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റാനായിട്ടുള്ള ഒരു സ്വാധീനം, ഒരു ശ്രമം, ഒരു സമ്മർദ്ദം ഒക്കെ നേരത്തെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ 3 മാസം കൂടുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ അതിനെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം അസ്വസ്ഥരായിരിക്കുന്ന മറ്റാൾക്കാരുണ്ട്. അപ്പോൾ പ്രതിഭയുടെ വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചങ്ങല നേരത്തെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു പക്ഷേ ആ ജയരാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ സത്യസന്ധത, ആത്മാർത്ഥത, അദ്ദേഹം ആൾക്കാരുടെ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരാളായിരിക്കാം. ഇപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരെ പറ്റി നമ്മൾ കണ്ടിരുന്നു. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലത്തേക്കുള്ള നടപടികൾ ഞാൻ എൻഡോഴ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഇവിടെയുള്ള നാട്ടിലാണ് ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ വിഷയമൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും നവീൻ ബാബുവിന് ഇങ്ങനെ ഒരു യാത്രയപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അല്പം സന്തോഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ്. എന്തായാലും ഈ പ്രതിഭ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും സത്യത്തിൽ സെൽഫോളായി മാറിയ അവസ്ഥയിലാണ് നമ്മളുള്ളത്. കാര്യം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളെ അതിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ചെയ്തു എന്ന് മാത്രമാണ് നമ്മൾ ചെയ്തത്. എന്നാൽ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ കഴുകന്മാരാണ്, കൊത്തിവലിക്കുകയാണെന്ന് പോലെയുള്ള, മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 24 ന്യൂസിന്റെ ചാനലിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ കുടുംബത്തെ പറയുക എന്ന രീതിയിൽ ഏത് തരത്തിൽ നോക്കിയാൽ കഴിഞ്ഞാലും അതിർവരമ്പുകൾ കടന്നു പോകുന്ന രീതിയിലായിരുന്നു പ്രതികരണം. എന്തായാലും ഇതിനകത്തൊരു അമ്മയുടെ വൈകാരികത പോലെയുള്ള സെന്റിമെന്റൽ സിനിമാറ്റിക് സ്ഥാനങ്ങൾക്ക് യാതൊരു സ്കോപ്പുമില്ല. പ്രത്യേകിച്ച് ഇതൊരു ജനപ്രതിനിധിയാകുമ്പോൾ അധിക ഉത്തരവാദിത്തമുണ്ട്. നന്ദി ശ്രീ പണിക്കർ, മറുനാടൻ. താങ്ക് യു.